എല്ലാം നാജിയ ഇതിപ്പോ താഴെ ഒരാള് വന്നിട്ട് എല്ലാ പണി ഇപ്പൊ ജെന്നെ എടുക്കണത് എല്ലത്താ ആരടിച്ചാലും ഇപ്പൊ മിറ്റം വൃത്തിയാവൂലേ ആ അത് ശരിയാണ് മോള് പറഞ്ഞത്. എല്ലാം എന്റെ അമ്മായിമ്മ ഇവിടെ ഉമ്മ അവിടെ ഉണ്ട്. സായി മോളെ സായി ആ ഉമ്മ മോളെ ആഭരണങ്ങളൊക്കെ അവിടെ മോളെ അതെന്റെ കയ്യിലുണ്ട്. ആ മോളൊന്ന് മേ എടുക്ക് ഉമ്മ എടുത്തു വെച്ചോളാം. അതെന്തിനമ്മ എന്റെ ആഭരണങ്ങൾ എന്റെ അടുത്തല്ലേ വേണ്ടത്, അതെന്തിനാ ഉമ്മ എടുത്തു വെക്കണേ? മോളെ ഇവിടെ നല്ല കള്ളന്മാരെ ശല്യമുണ്ട്. അത് സാരില്ല അമ്മ, കള്ളന്മാര് വരുമ്പോഴല്ലേ അപ്പൊ അതിനെ പറ്റി ചിന്തിക്കാം. ആയിക്കോട്ടെ മോളെ, മോളെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ആ എന്നാലേ ഞാൻ ഉമ്മാനൊന്ന് പോയി കാണട്ടെ. ആ ശരിത്താ. ആ ആ എന്താ ഫയറോ താടിക്കും കൈയെടുത്തിരിക്കണേ? ഏയ് അതൊന്നുമില്ല, ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുക. എന്താ പനക്ക് ഇത്ര ആലോചിക്കാന്? എന്റെ 2 മക്കള് പെണ്ണിനെ കെട്ടിച്ചും വിട്ട്, പിന്നിപ്പോ എന്താ ആലോചിക്കാനാ? ഓ അതൊന്നും പറയാതിരിക്കുക നല്ലത്. ആ നാജിയെ എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു തിരിപ്പിച്ചിരിക്കണ ആ സായിനോട്. ആര്? നാജിയോ? ഏയ് ആ പെൺകുട്ടി ഒരു പാവാണ്. ഓള് പാവം. അനക്കിപ്പേ അന്റെ ഇളയ മരുമോള് വന്നപ്പോളേ എന്റെ മൂത്ത മരുമോളെ കണ്ണ് പിടിക്കാതെ ഇരിക്കണ്. അന്റെ ഇളയ മരുമോളെ സ്വർണം കണ്ടിട്ടേ എന്റെ കണ്ണ് മഞ്ഞളിച്ചതാ. അന്റെ മൂത്ത മരുമോളുണ്ടല്ലോ, സ്വർണത്തിനെക്കാട്ടേ തൂക്കേ കൂടുതലുള്ള മുതലാണ്. അതെനക്ക് ഇപ്പം മനസ്സിലാവൂല, മനസ്സിലാവണതേ കാലം വരും എനക്ക്. ഇജ്ജിപ്പ എന്റെ മൂത്ത മരുമോളെ മഹിമ പറയാൻ വേണ്ടി വന്നതാ? ഞാൻ ഒരാളെയും മഹിമ പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ പോവാണ്. കണ്ടാലറിയാത്തവനെ കൊണ്ടാലറി. പറയാൻ ആ സായി ഇത്താകത് ഇപ്പൊ എന്ത് പണി? ഞാനേ ജനാലക്ക് നല്ല പൊടി ഉണ്ട് തട്ടേന്ന്. ആ ഇന്നില്ലത്താ, ഞമ്മളമ്മേ എന്റെ സ്വർണ്ണല്ലേ വേണ്ട അടിക്കാൻ കൊടുത്തിട്ട് കൊറേ ആയി. അത് നമ്മളമ്മന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു. ഓ ഞാൻ സംശയിച്ചത് ശരിയല്ലേ. സായി സായി ആ അന്നതാ മോൻ വിളിക്കണ്, കൊറേ നേരമായി വിളിക്കണെന്ന് പോയൊക്കെ. ആ നാജിയെ അപ്പൊ ഇജാണല്ലോ ഓൾക്ക് ഓരോ കുത്തിത്തിരിപ്പ് പറഞ്ഞു കൊടുക്കണതിനെ പറ്റിയിട്ട്. ഞാനോ? ഞാനെന്തിന്? ആവോ അതെങ്ങനെ ഇക്കറിയാ? അത് പനക്കല്ലേ അറിയുള്ളൂ. ഉമ്മ ഞാൻ അവൾക്കൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവൾ എന്തെങ്കിലും ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കിയതാവും. ഞാൻ ഉമ്മാനെ എന്റെ സ്വന്തം ഉമ്മാനെ പോലെ കരുതിയിട്ടുള്ളൂ. ഇപ്പൊ അങ്ങനെ സ്വന്തം ഉമ്മാനെ പോലെ പിന്നെ കരുതണ്ട. എന്താ പോലെ ഷോപ്പിങ്ങിലെ പരച്ചില്. ഉമ്മനോട് അങ്ങനെ കാണണ്ടെന്ന് പറഞ്ഞാലും ഇക്കുമ്മാനെ അങ്ങനെ കാണാതിരിക്കാൻ പറ്റൂലല്ലോ. അന്നേ കാണിച്ചറിഞ്ഞാൽ മോൻ അങ്ങോട്ട് വിളിക്കട്ടെ.